ഇപ്പോൾ ഇതാ ട്രംപ് മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന ഒരു വിവരമാണ് ഇപ്പോൾ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ആദിൽ കൂടി ചേരുന്നുണ്ട്. ആദിൽ, ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറെന്ന വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. ട്രംപ് ചർച്ചയ്ക്ക് എപ്പോഴാണ് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ചർച്ചയുടെ പുതിയ വല്ല വിവരങ്ങളും പുറത്തു വരുന്നുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സൂചിപ്പിച്ച പോലെ തന്നെ ഈ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ആകമാനം വലിയ രീതിയിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത നമ്മളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒമാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ രൂപപ്പെട്ടു വരുന്നതിൻ്റെ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്, ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ പറയുന്ന ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചിരുന്നതും ഒമാനായിരുന്നു. ആ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ആ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണം ഇറാന് മേൽ അമേരിക്കയുടെയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന മിഡിൽ ഈസ്റ്റ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്കും യുദ്ധസമാന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കും കടന്നുപോയിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഒമാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു ചർച്ചയ്ക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് മധ്യസ്ഥതയ്ക്കുള്ള വീണ്ടും സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആദ്യ പ്രതികരണങ്ങളിലൊന്ന്, തങ്ങൾ ഒരു കാരണവശാലും ഈ സംഘർഷങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല, ഏതു വിധേനയും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇറാൻ എല്ലാ കാലത്തും നിലകൊള്ളുന്നത് എന്നുള്ളതാണ് അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം എന്നാണ് ഒമാൻ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും നിലവിൽ ഇറാൻ്റെ താൽക്കാലിക പരമോന്നത നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് സന്നദ്ധത പ്രകടമാക്കി എന്നുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ മിഡിൽ ഈസ്റ്റിനകത്ത് നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾക്ക് അയവ് വരാനുള്ള സാധ്യത കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ചർച്ചയിലൂടെ. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും ഈ വിഷയത്തിനകത്ത് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട്, ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്തോനേഷ്യ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധത പ്രകടമാക്കി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്തോനേഷ്യൻ പ്രതിനിധികൾ ചർച്ച നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്തോനേഷ്യ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ രൂപപ്പെട്ടു വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ ആശ്വാസമേകുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, നിലവിൽ വലിയ സംഘർഷ സാഹചര്യങ്ങളിലൂടെയാണ് മിഡിൽ ഈസ്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ഈ സംഘർഷങ്ങളുടെ യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഭാഗവാക്കാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇറാൻ്റെ മേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യാക്രമണം എന്നുള്ള നിലയ്ക്ക് ഇറാൻ നടത്തിയിട്ടുള്ള അമേരിക്കയുടെ ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, മിഡിൽ ഈസ്റ്റിനകത്തുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിനകത്ത് ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഏറ്റവും ഒടുവിൽ UAE മൂന്നോളം മരണം ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.